വാർത്തകൾ വിശദമായി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഉന്നയിച്ച ഡീൽ ആരോപണം വിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ആരോപണം ജി സുധാകരൻ നേരെ തിരിച്ച് മുഖ്യമന്ത്രി പുതിയ ആരോപണം ഉന്നയിച്ചു. അതേസമയം ED കേസുകളിൽ CPIM-നെ BJP സഹായിക്കുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണം. പാലക്കാട് സീറ്റിനെ ചൊല്ലി ആരംഭിച്ച ഡീൽ വിവാദത്തിൽ CPIM-നെ ആക്രമിക്കാനുള്ള ശ്രമത്തെ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയാണ് പ്രതിരോധിച്ചത്. നിയമത്തെ ചരിത്രം ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പാലക്കാട് മുസ്ലിം നാമധാരിയെ സ്ഥാനാർത്ഥിയാക്കിയതാണോ കോൺഗ്രസിന്റെ പ്രശ്നമെന്ന് ചോദ്യമുന്നയിച്ചിരുന്നു. ആരോപണത്തിന്റെ ശക്തി പ്രതിപക്ഷം കുറച്ചെങ്കിലും മുഖ്യമന്ത്രി ഇന്നും കടന്നാക്രമിച്ചു. അമ്പലപ്പുഴയിൽ BJP-യുടെ 5000-ഓളം വോട്ട് ലഭിക്കുമെന്ന ജി സുധാകരന്റെ പ്രതികരണമായിരുന്നു ഇന്ന് UDF-നെ തല്ലാൻ മുഖ്യമന്ത്രി ഉപയോഗിച്ച വടി. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് BJP-യുടെ നിന്ന് അടക്കം അതോ നിശ്ചിത എണ്ണം കൃത്യമായിട്ട് ഇത്ര വോട്ട് എന്ന് വാങ്ങാൻ പറ്റുമെന്ന നില വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഡീലാണെന്ന് അവർ തന്നെ പറയേണ്ടതാണ്. ഞാനെല്ലാവരും അത് പറയുന്നത്. ഡീൽ വിവാദങ്ങളെ ED കേസിനെ മുൻനിർത്തി ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ നേതാക്കളുടെ തീരുമാനം. കരുവന്നൂർ കൊടകര കേസുകളിൽ CPIM-ഉം BJP-യും തമ്മിൽ പരസ്പര ധാരണയിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP CPIM-ഉം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ്, പരസ്പരം പുറഞ്ചൊരിഞ്ഞു കൊടുക്കുകയാണ്. കരുവന്നൂരിലെ സഹായിച്ചു കൊടുത്തു, പകരം കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കന്മാരെ കേരളത്തിലെ പോലീസിന് സഹായിച്ചു കൊടുത്തു. ഇതൊരു പരസ്പര ധാരണയാണ് ഇവർ തമ്മിൽ. ഒരു പടി കൂടി കടന്ന രമേശ് ചെന്നിത്തല പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്ന് ആരോപിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി അമിത്ഷായുടെ പേരെടുത്ത് വിമർശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അസംബ്ലിക്ക് അകത്തുമില്ല, അസംബ്ലിക്ക് പുറത്തും. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ധാരണ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഈ രാഷ്ട്രീയ ധാരണ ഇത്തവണ ഇവിടെ വേവാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. CPIM-ഉമായുള്ള ഡീൽ ആരോപണം തള്ളിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CPIM-ഉം കോൺഗ്രസും രണ്ടല്ല ഒന്നാണെന്ന് ആരോപിച്ചു. UPA ഭരണത്തെയും തമിഴ്നാട്ടിലെ സഖ്യത്തെയും ഓർമ്മിപ്പിച്ച് പ്രതിരോധം. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നടക്കുന്ന ഇലക്ഷനിൽ ആരാണ് ഒരുമിച്ച് മത്സരിക്കുന്നത്? അത് CPIM-ഉം കോൺഗ്രസ് അല്ലേ? അപ്പോൾ ആരാണ് A ടീം, ആരാണ് B ടീം? അവരെന്നെ തീരുമാനിക്കട്ടെ. ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. ഒരുമിച്ച് പോളിറ്റിക്സ് ചെയ്യുന്നത് CPIM-ഉം കോൺഗ്രസ്സാണ്. 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസ്, തമിഴ്നാട് ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിലും. പിന്നെ എന്തുകൊണ്ട് BJP-നെ ഇതിൽ ഉൾപ്പെടുത്തുന്നു? ശ്രദ്ധ തിരിക്കാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിൽ ഇക്കുറി ഡീൽ ആരോപണമാണ് സജീവ ചർച്ച. പ്രമുഖരുൾപ്പെടെ ഡീൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിലും വിവാദം കൊഴുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.